അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ദൈവം നമ്മളെ സന്ദർശിക്കുന്നതിൻ്റേതുമായ ഒരു സമാധാന രാത്രിയാണ്. അനേകർ ഈ രാത്രിക്ക് വേണ്ടി, ഈ ദിനത്തിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഈശോയൊന്ന് കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും അവിടുന്ന് തരുന്ന സമാധാനം അനുഭവിക്കുവാനും ഒക്കെയായി. നമുക്ക് തുടർന്ന് വരുന്ന വചനമണിക്കൂറിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ കൊടുക്കാം. അവിടുന്ന് തൻ്റെ വചനം അയച്ചാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ സുഖപ്പെടുത്തുന്നതും അനുഗ്രഹിക്കുന്നതും കൃപകളാൽ നിറയ്ക്കുന്നതും. കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മളെ തന്നെ എളിമയോടെ സമർപ്പിക്കുമ്പോൾ ആ വചനത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് വീശുന്നത് അതിശക്തമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ ശാന്തമായി അടച്ച്, കർത്താവേ, അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ കൃപകൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ സൗഖ്യത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. തളർന്നിരിക്കുന്ന ഞങ്ങളുടെ മനസ്സുകൾക്ക് ബലം വേണം കർത്താവേ. അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കൃപകളിൽ നിറയുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വചനത്തിൻ്റെ സമൃദ്ധി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിനോടുകൂടെ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ കൃപയായി തീരുവാനുള്ള കൊതിയോടെ നമുക്ക് ഏതാനും സമയം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ വചനമണിക്കൂറിലേക്ക് പ്രവേശിക്കാം. ഹാലലുയ, 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 ഹാലലുയ. യേശുവേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഹാലലുയ, 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 ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹാലലുയ, 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 ഹാലലുയ. പരിശുദ്ധ അമ്മേ, ദൈവത്തിൻ്റെ മാതാവേ, ഈ വചനമണിക്കൂർ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് മുൻപിലേക്ക് മക്കളായ ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. വചനം അമ്മ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ച് അനുഗ്രഹീതയായല്ലോ. കൃപ നിറഞ്ഞ മാതാവേ, കൃപയുടെ മണിക്കൂറിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. വളരെ പ്രത്യേകിച്ച് കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റേതുമായ താഴ്വരയിൽ അലയുന്ന അമ്മയുടെ പൊന്നുമക്കളെ അമ്മ കണ്ട് അമ്മയുടെ തിരുപ്പത്തൻ്റെ പക്കൽ സമർപ്പിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് എൻ്റെ അമ്മേ, നല്ല അമ്മേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള യാചനയോടെ നമുക്ക് ഈരടികൾ പാടി പ്രാർത്ഥിക്കാം. എന്തു നല്ലമ്മ എന്നോടേ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നോടേ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നോടേ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ കൊതിയോടെ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒത്തുചേർന്നിരിക്കുകയാണല്ലോ. നമുക്ക് കർത്താവിൻ്റെ തിരുവെഴുത്ത് ധ്യാനിക്കാം. സങ്കീർത്തന പുസ്തകങ്ങൾ 71 അധ്യായം 5 തിരുവെഴുത്തിൽ
ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതലേ അങ്ങാണ് എൻ്റെ ദൈവം. നമുക്കൊന്ന് മനസ്സിൽ ഈ തിരുവചനം ഏറ്റുപറയാം. സങ്കീർത്തന പുസ്തകം 71 അധ്യായം 5 തിരുവെഴുത്ത്: കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ബാല്യം മുതലേ അങ്ങാണ് എൻ്റെ ദൈവം. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. പക്ഷേ നമ്മുടെ ചുറ്റോട് ചുറ്റും നമ്മൾ കണ്ണോടിക്കുമ്പോൾ പ്രത്യാശ തരുന്നതൊന്നും ഒരു പക്ഷേ കാണുവാനും കേൾക്കുവാനും നമുക്ക് സാധിച്ചുവെന്ന് വരികയില്ല. പ്രത്യേകിച്ച് ഈ നാളുകളായി, ഈ വർഷങ്ങളിലായി ഒരുപാട് സംഘർഷങ്ങളിലൂടെ നമ്മളൊക്കെ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും രോഗം, മരണം, യുദ്ധം, അപകടം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള കലാപങ്ങൾ, ഇങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ നമ്മുടെ ചുറ്റും വലിയ മതിൽ തീർത്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് നമ്മൾ പറയേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്: ചെറുപ്പം മുതലേ അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങയിലാണ് ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത്. ദൈവത്തിൽ പ്രത്യാശയില്ലാത്ത ഒരാൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പറയുവാനായിട്ട് സാധ്യമല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു: സിസ്റ്റേ, ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? എന്തു പറ്റി? ദൈവം എന്താ നമ്മുടെ പ്രാർത്ഥനകളൊന്നും കേൾക്കാത്തത്? എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിയെ സിസ്റ്റേ, നമ്മുടെ വചനപ്രഘോഷകരൊക്കെ എല്ലാവരും ഇവിടെ പോയി? ഞാൻ പറഞ്ഞു, സഹോദര, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ പ്രത്യാശയുടെ കാലയളവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ള വലിയ വിളിയാണ്, ആഹ്വാനമാണ് കർത്താവ് എല്ലാ വചനപ്രഘോഷകർക്കും കൊടുത്തേക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞു, ഞാനും ഇവിടെയുണ്ട്, ഞാനും കർത്താവിൻ്റെ അടുത്തുണ്ട്, ഞാനും പരിശുദ്ധ സക്രാരിയുടെ അടുത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ ഭൂമുഖത്തുണ്ട്. കുറേ പേരൊക്കെ മൺമറിഞ്ഞു പോയി. ഈ ഒരു കാലയളവ് വിശ്വാസത്തിൽ പദമൂന്നി പ്രത്യാശയോടെ സ്വർഗത്തിലേക്ക് നോക്കാനായിട്ടുള്ള മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെയാണ് നമ്മുടെ കൺമുൻപിലുണ്ടത്. ഇന്നലെ വൈകുന്നേരം ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? സിസ്റ്റർ, എൻ്റെ വീട് ഹൈവേക്കടുത്താണ്. വൈകുന്നേരം മുതൽ അല്ലെങ്കിൽ പ്രഭാതം മുതൽ എപ്പോഴാണെങ്കിലും ശരി, ആംബുലൻസിൻ്റെ ശബ്ദം കേട്ട് എൻ്റെ മനസ്സ് വളരെ നിരാശയിലേക്ക് പോയിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും എത്രയോ ആംബുലൻസാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. ഓരോ ജീവനെയും കൊണ്ടുള്ള ഓട്ടമാണത്. സിസ്റ്ററെ, മനസ്സിനൊരു പ്രതീക്ഷയില്ലാത്തതുപോലെ, എൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടതുപോലെ സിസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ, സംഘടനകൾ ഓരോ കാലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചിട്ട് പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ദൈവത്തെങ്കിലേക്ക് നോക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണെങ്കിൽ മാത്രമേ ഈ വലിയ പ്രതിസന്ധിയുടെ കാലയളവിൽ നമുക്ക് വേണ്ടവണ്ണം പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ മാസം ഫോൺ വിളിച്ച ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്റേ, ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭാര്യ നേഴ്സാണ്, അവൾക്ക് കോവിഡ് പിടിച്ചു. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കിയത്, വീട്ടിൽ 3 പിള്ളേരോടും എന്നോടും വളരെ അടുത്ത് ഇടപഴകി ആശുപത്രിയിലാണിപ്പോൾ. സിസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം, എനിക്കും കുഞ്ഞുങ്ങൾക്കും ഈ രോഗം പിടിപെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, പ്രത്യാശയോടെ ആയിരിക്ക്, പ്രതീക്ഷയോടെ ആയിരിക്ക്, കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്ക്. നമുക്ക് ചെയ്യുവാനുള്ളത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ദൈവം ചെയ്തുകൊള്ളും. ഞാൻ ഫോണിലൂടെ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം ആ സഹോദരൻ വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് നന്ദി പറഞ്ഞു. സിസ്റ്റേ, ഞങ്ങൾക്ക് പിള്ളേർക്കും എനിക്കും കിട്ടിയിട്ടില്ല, ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറഞ്ഞ് ആ സഹോദരൻ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ തൻ്റെ കുടുംബത്തെ ദൈവതർക്കരങ്ങൾ കൊടുത്ത് ജീവിതത്തിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സങ്കീർത്തന പുസ്തകം 27 അധ്യായത്തിൻ്റെ
14-ാമത്തെ തിരുവെഴുത്ത് വളരെ ശ്രദ്ധേയമാണ്. അവിടെ വചനം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു, നമ്മൾ കാണുന്നു, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഒരിക്കൽ കൂടെ വചനം കേൾക്കാം. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദുർബലരാകേണ്ടുന്ന ഒരു സമയമല്ല ഇത്, ഒരു കാലഘട്ടമല്ല ഇത്. പിന്നെയോ ധൈര്യം പ്രാപിക്കേണ്ട, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് ഈ ലോകത്തുണ്ട്, കർത്താവ് എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തിരിക്കേണ്ടുന്ന ഒരു കാലയളവാണ്. ഫെബ്രുവരി മാസത്തിൽ എനിക്കും കൊറോണ പിടിച്ചു. ഏതാണ്ട് 20 ദിവസത്തോളം ഞാൻ എൻ്റെ മുറിയുമായിട്ട് കഴിഞ്ഞുകൂടി. പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുന്നില്ല, കൂട്ടത്തിലുള്ള സിസ്റ്റേഴ്സിനോട് മിണ്ടാൻ പറ്റുന്നില്ല, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു 4-5 ദിവസമാണെങ്കിൽ അതിശക്തമായ പനി, വയറിന് ബുദ്ധിമുട്ടുകൾ, തലവേദനകൾ, ബോഡി പെയിൻ, ശരീരത്തിനൊക്കെ ഒരു റെഡ് കളറ് പിടിച്ചതുപോലെ, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ശാരീരികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, ഒരുപാട് അസ്വസ്ഥതകളിലൂടെ ഞാനും കടന്നുപോയി. ഒരു ദിവസം ഈ വേദനയിൽ ഞാനിങ്ങനെ കട്ടിലിൽ എഴുന്നേറ്റ് ഉറക്കമില്ലാതെ ഇരിക്കുമ്പം കർത്താവ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ടെസ്സിനെ, നീയല്ലേ എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം പരാതി സമർപ്പിച്ചത്? സമയമില്ല, സമയമില്ല, സമയമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് ഒരു ശബ്ദം എൻ്റെ കാതിൽ പറഞ്ഞു തന്നു, ഇത് നിനക്കുള്ള സമയമാണ്, ഞാൻ നിനക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. എന്നിലൊരു പുതിയ ശക്തി നിറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പ്രിയപ്പെട്ടവരെ, പിറ്റേന്ന് തൊട്ട് എൻ്റെ ശരീരത്തിനൊരു ആരോഗ്യം എനിക്ക് തോന്നി. തിരുവചനം എടുത്തു, പരിശുദ്ധ ജപമാല കരങ്ങളിലെടുത്തു, ശക്തമായ പ്രാർത്ഥന 20 ദിവസങ്ങൾ പിന്നീട് ഞാൻ അതിശക്തമായി പരിശുദ്ധാത്മാവിനോട് കൂടെ ചെലവഴിച്ചു. ആ നാളുകളിൽ കർത്താവിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വേരുപാകിയിരുന്നത് കൊണ്ട് വേണ്ടവണ്ണം ആ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് സാധിച്ചു. 14-ാം ദിവസം ഞാൻ ഓർക്കുന്നു, കൊറോണ പിടിച്ച് 14-ാം ദിവസം ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കവേ കർത്താവ് എന്നോട് പറഞ്ഞു, നീ സങ്കീർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് പോ. അങ്ങനെ ഞാൻ സങ്കീർത്തന പുസ്തകത്തിലേക്ക് പോയി. എൻ്റെ മുൻപിൽ വചനമെടുത്തതേ കർത്താവ് കൊണ്ടുവന്ന തിരുവചനം 38-ാം അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു, എന്നാൽ എൻ്റെ പ്രത്യാശ കർത്താവിലാണ്. തിരുവെഴുത്ത് സങ്കീർത്തനം 38-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് മാറിയിരിക്കുന്നു. എൻ്റെ മുറിയിലേക്ക് ഒരു മനുഷ്യന് പോലും വരികയില്ല. എങ്ങാനും പുറത്തിറങ്ങിയെങ്കിൽ എല്ലാവരും നമ്മളെ കണ്ടു ഓടി മറിയും. ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. തിരുവചനം, ഈ വചനം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്ന് ഒരുപാട് കാര്യങ്ങളിലൂടെ എൻ്റെ ആത്മാവിനെ കർത്താവ് ആ ദിവസങ്ങളിൽ നയിച്ചത് നന്ദിയോടെ ഓർക്കുകയാണ്. വചനത്തിനകത്തൊരു പ്രകാശമുണ്ട്, വചനത്തിനകത്തൊരു ശക്തിയുണ്ട്. ഈ വചനമാണ് ഏത് വലിയ വേദനകളിലും കഷ്ടതകളിലും നഷ്ടതകളിലും പിടിച്ചു നിൽക്കുവാൻ നമുക്ക് ധൈര്യം നൽകുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ എൻ്റെ അരിയിൽ നിന്നും മാറി നിൽക്കുന്നത്? എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഈ മഹാമാരി നിമിത്തം. നോക്ക്, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ഈ തിരുവചനം ഈ തിരുവെഴുത്തിൽ ചേർത്ത് വെച്ചു. എന്നിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ അകന്നു നിൽക്കുന്ന ഒരു സമയം. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ ഇത് പൊട്ടിപ്പുറപ്പെട്ടാലും തമ്പുരാൻ്റെ ഹൃദയത്തിൽ അനാദിയിലെ ഈ ഒരു സംഭവം, ഈ ഒരു മഹാമാരി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന് എൻ്റെ കണ്ണുകൾക്ക് കർത്താവ് അത് കാണാനുള്ള പ്രകാശം തന്നു. എന്നിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുന്ന ഒരു സമയം, ഞാൻ ഏകയായിരിക്കുന്ന ഒരു സമയം. അവിടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കർത്താവ് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഏകയാള്. അതുകൊണ്ടാണ് 65-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവെഴുത്തിൽ നമ്മൾ വീണ്ടും കാണുന്നത്, ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ കർത്താവേ അങ്ങിൽ തന്നെയാണല്ലോ. ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ കർത്താവേ അങ്ങിലാണല്ലോ. ഈ ഭൂമുഖത്തിൻ്റെ പ്രത്യാശ, സമുദ്രങ്ങളുടെ പ്രത്യാശ, മനുഷ്യരുടെ പ്രത്യാശ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിലും നമുക്ക് പ്രത്യാശ വയ്ക്കുവാനായിട്ടില്ല.
വെച്ചെങ്കിൽ തന്നെ അത് നമ്മളിൽ നിന്ന് കർത്താവ് എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് കാണാനുള്ളത്. കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ നിന്ന് ഒരു സഹോദരി ഫോൺ വിളിച്ചു. ഒരുപാട് ഫോണുകൾ ഈ നാളുകളിൽ വരുന്നുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഫോണെല്ലാം അറ്റൻഡ് ചെയ്ത് സക്രാരിക്ക് മുൻപിലിരുന്ന് അവർ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനേകര സൗഖ്യത്തിലേക്ക് പോകുന്നത് കാണുവാനും കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് 2 പിള്ളേരാണുള്ളത്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. ഒരു കൊച്ച് ബധിരനാണ്, മൂകനാണ്, അവനൊന്നും മേല, സംസാരിക്കാനും പറ്റത്തില്ല. അവന് പ്രിയപ്പെട്ട സിസ്റ്ററെ കൊറോണ പിടിച്ചു. അവിടെ സിസ്റ്ററെ അവന് കരയുന്നതാണോ അല്ലെങ്കിൽ എന്താണ് അവൻ്റെ തിക്കുമുട്ട് എന്ന് അവന് പറയാനാവില്ലല്ലോ. എൻ്റെ കൊച്ചിങ്ങനെ വല്ലാത്ത രീതിയിലുള്ള വിഷമം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചങ്ക് തകരുകയാണ്. സിസ്റ്റർ ഒന്ന് പ്രത്യേകം എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാവോ? അവന് കേൾക്കത്തില്ല എങ്കിൽ ഞാൻ ലൗഡ് സ്പീക്കറിൽ വെക്കുകയാണ്, സിസ്റ്റർ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാമോ? ആ അമ്മ എന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ കുഞ്ഞിൻ്റെ രോഗം എനിക്ക് തന്നാൽ മതിയായിരുന്നു. കൊറോണ ബാധിച്ച് അങ്ങട്ടത്തോളം എത്തിയിരിക്കുന്ന, മിണ്ടാൻ മേലാത്ത, സംസാരിക്കാനാവാത്ത ഈ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട്, ആത്മപ്രകാശനത്തിന് കഴിവില്ലാത്ത തൻ്റെ കുഞ്ഞിൻ്റെ ദുഃഖം കണ്ട് അമ്മയുടെ മാതൃഹൃദയം പിടയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അന്ന് വൈകുന്നേരം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഞാൻ ഈ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ഈ തിരുവചന ഭാഗം നീ വിളിച്ചിട്ട് ആ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. തിരുവചന ഭാഗം ഇതായിരുന്നു. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 41-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവെഴുത്ത്. കർത്താവ് അവന് കിടക്കയിൽ ആശ്വാസമരുളും, കർത്താവ് അവന് രോഗശാന്തി നൽകി അവനെ അനുഗ്രഹിക്കും. അവൻ്റെ കിടക്കയിൽ കർത്താവ് അവനെ ആശ്വസിപ്പിക്കും. ബധിരനും മൂകനുമായ ആ കുഞ്ഞിൻ്റെ ആശ്വാസം കർത്താവായിരുന്നു. ഞാൻ ഫോൺ വിളിച്ച് ആ സഹോദരിയോട് പറഞ്ഞു, ഈ വചനം ആ കുഞ്ഞിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രതീക്ഷയോടുകൂടി ഒന്ന് ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാമോ? ഞാൻ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം? പ്രിയ സഹോദരങ്ങളെ, ദൈവം ആ മകളുടെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഏതാണ്ട് 8 ദിവസമായപ്പോഴേക്കും ആ കുഞ്ഞ് ജീവനിലേക്ക് കുറേശ്ശെ പ്രവേശിച്ചു. സമ്പൂർണമായി ആ രോഗം ആ പൊന്നുമോനെ വിട്ടുപോയി. ഇന്ന് ഈ കൊറോണ രോഗം ബാധിച്ച് എത്രയോ പേര് വെന്റിലേറ്ററുകളിലും വീടുകളിലും ആശുപത്രികളിലുമൊക്കെ ആയി കഴിയുന്നു. അവർക്കൊക്കെ പ്രകാശമരളിക്കൊണ്ട്, അവർക്കൊക്കെ സമാധാനമരളിക്കൊണ്ട് ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് ആ രോഗശൈലിയിൽ അവരുടെ കൂടെയുണ്ട്. നമുക്കങ്ങോട്ട് കയറിപ്പോയി ആശ്വാസം കൊടുക്കാനായിട്ട് സാധ്യമല്ലല്ലോ. എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ ഭർത്താവ് ഭയങ്കരമായ വിശ്വാസമില്ലാതെ നിരീശ്വരത്വമൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു സഹോദരനാണ്. എൻ്റെ കൂട്ടുകാരി എന്നോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, നീ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ ഭർത്താവിന് വേണ്ടി, വിശ്വാസം എന്ന് പറയുന്ന കൃപയിൽ നിറയുവാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനുവരി ആദ്യ ആഴ്ചയിൽ ഇവൾക്ക് കൊറോണ സ്ഥിരീകരിക്കുകയാണ്. കൊറോണ കൂടുതലായി, പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടായി. അപ്പം അയൽവക്കത്തുള്ള സഹോദരി നേഴ്സാണ്. അവൾ വന്ന് പറഞ്ഞു, ഇത് കൊറോണയുടെ ലക്ഷണങ്ങളൊക്കെയാണ്, ആശുപത്രിക്ക് പോകാമപ്പോഴത്തേന് ശ്വാസം മുട്ട് വർദ്ധിച്ചു. ആംബുലൻസ് വന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വീട്ടിലുള്ളവരാരും ഇതിൽ കയറണ്ട, ആ ചേച്ചി മാത്രം കയറിയാൽ മതി. അങ്ങനെ അവൾ ആ ആംബുലൻസിൽ കയറി പോയി സങ്കടത്തോടെ ഒന്ന് ഭർത്താവിനെ നോക്കി. ഉടനെ ഭർത്താവ് ഈ സഹോദരിയോട്, ഭാര്യയോട് പറഞ്ഞു, നീ പൊക്കോടി, എനിക്ക് നിൻ്റെ കൂടെ വരാൻ പറ്റിയല്ല, പക്ഷെ ദൈവം നിൻ്റെ കൂടെ വരും. പ്രിയപ്പെട്ടവരെ, വിശ്വാസമില്ല എന്ന്, പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞിരുന്ന ഈ സഹോദരി, ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് വീണ് ഈ വാക്ക് കേട്ട് അവൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, നീ പൊയ്ക്കോ, എനിക്ക് നിൻ്റെ കൂടെ വരാൻ പറ്റിയല്ല, പക്ഷെ ദൈവം നിൻ്റെ കൂടെ ഈ ആംബുലൻസിൽ ഉണ്ടായിരിക്കും. എവിടുന്ന് കിട്ടി അദ്ദേഹത്തിന് ആ പ്രത്യാശ? എവിടുന്ന് കിട്ടി ആ സമയം വരെ ഇല്ലാതിരുന്ന വിശ്വാസം? പ്രിയപ്പെട്ടവരെ, അതിനുത്തരം ഒന്നേ ഉള്ളൂ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ ഏതൊരു മനുഷ്യനും അവസാനമായും ആദ്യമായും കയറി പിടിക്കുന്ന അവൻ്റെ പിടിവള്ളി എന്ന് പറയുന്നത് അത് കർത്താവാണ്, അത് ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ പ്രത്യാശ വെച്ച് നമുക്ക് ഈ ഒരു കാലയളവിനെ പിന്തുടരുവാനായിട്ട് നമുക്ക് സാധിക്കണം. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച
എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫോൺ വന്നു. ആ സഹോദരി പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് ഏക മകന് 3 പെൺമക്കളും 1 മകനും. അവൻ ജോലിക്ക് പോകുകയായിരുന്നു. പോയ വഴിക്ക് ബസ് കാത്തു നിന്ന സമയത്ത് അവന് നെഞ്ചുവേദന പോലെ അനുഭവപ്പെട്ടു. അവൻ ആ സൈഡിലിരുന്നു. പിന്നെ അവനൊന്നും ഓർമ്മയില്ല, മറിഞ്ഞു വീണു, കുഴഞ്ഞു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ ആൾ മരിച്ചു. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവന് കൊറോണ ആയിരുന്നു എന്നുള്ള കാര്യം. ആ അമ്മ ഇപ്രകാരം എന്നോട് പങ്കുവച്ചു, സിസ്റ്ററെ, എൻ്റെ മകനെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ മകനെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ദൈവത്തോട് പരിഭവമൊന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, ഒരു കാര്യം ഞാൻ പ്രത്യാശിക്കുന്നു. ദൈവം അറിഞ്ഞുകൊണ്ടാണല്ലോ, ദൈവം അനുവദിച്ചത് കൊണ്ടാണല്ലോ ഇതിങ്ങനെ സംഭവിച്ചത്. അനേക ലക്ഷങ്ങളുടെ കൂടെ എൻ്റെ കുഞ്ഞും ഈ ലോകത്ത് നിന്ന് യാത്രയായി. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എങ്ങോട്ട് തിരിഞ്ഞാലും ദുഃഖത്തിൻ്റെയും നിലവിളിയുടെയും ആയിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റും ഓരോ ദിവസവും നടമാടുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും കർത്താവ് കൂട്ടത്തിലുള്ളവനും കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവനൊക്കെയാണ് ഭാഗ്യവാനെന്ന് നമ്മൾ പറയേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അതെ, ഞാനിനി നല്ല ജീവിതം നയിക്കാൻ പോവുക. ഇനി ഈ ഭൂമിയിൽ അധികം കാലം ജീവിക്കുമെന്ന് അറിയത്തില്ല. കാരണം കൂട്ടുകാർ 5-6 പേര് വേഗം 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 മരണപ്പെട്ടു പോയി കൊറോണ പിടിച്ച്. അപ്പോൾ ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരാളാണ്, എന്നോട് പറഞ്ഞു, ഇനി ഞാൻ മെല്ലെ സ്വർഗത്തിലേക്ക് നോക്കാൻ പോവുക. സ്വർഗത്തിലേക്ക് നോക്കാനുള്ള സമയമായി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും കാലം സ്വർഗത്തിലേക്കും നിത്യജീവിതത്തിലേക്കും ഒന്നും നോട്ടമൊന്നും ഇല്ലായിരുന്നോ? ഉടനെ എന്നോട് പറയാണ്, വലിയ നോട്ടവും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ സ്വർഗത്തിലേക്ക് നോക്കേണ്ട സമയമായി, ഒരുങ്ങാൻ പോവുക. അവിടെ എന്നോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഇനി ഒരു നല്ല ജീവിതത്തിന് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? തൊട്ടടുത്ത സ്ഥലം വരെ കൊറോണ വന്ന് കയറി, അടുത്തത് എൻ്റെ വീട്ടിലോട്ട് കയറാനായിരിക്കും നിൽക്കുന്നത്. അറിയത്തില്ല എൻ്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് പോകുന്നതെന്ന്. അവിടെ നിന്ന് പെട്ടെന്നൊന്ന് ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, ഒരുങ്ങാനും സ്വർഗത്തിലേക്ക് നോക്കാനും ഒക്കെ ജീവിതകാലത്ത് സാധിക്കാത്ത ഒരാൾക്ക് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്താനായിട്ട് പറ്റുമോ? നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗമെന്നാൽ സ്വർഗലോകത്തിൻ്റെ ഛായയിൽ ജീവിക്കുക എന്നതാണ് അർത്ഥം. സ്വർഗമെന്നാൽ സ്വർഗലോകത്തിൻ്റെ ഛായയിൽ ജീവിക്കുക എന്നതാണ് അർത്ഥം. എന്താണ് സ്വർഗലോകത്തിൻ്റെ ഛായ എന്ന് പറയുന്നത്? സ്വർഗലോകത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വസിക്കുന്നവൻ, ദൈവം അവനിലും വസിക്കുന്നു, ദൈവം അവനിലൂടെ പ്രവർത്തിക്കുന്നു, ദൈവം അവനിലൂടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. അതാണ് നമുക്ക് പ്രത്യാശ തരേണ്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ വെറും യാത്രക്കാർ മാത്രമാണ്. നമ്മുടെ ഭവനം എന്ന് പറയുന്നത് നമ്മുടെ പിതാവിൻ്റെ ഭവനമാണ്. പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് ഞാനും നിങ്ങളും എത്തിച്ചേരേണ്ടത്. അപ്പം ഈ ഭൂമിയിലെ ജീവിതം ശ്രേഷ്ഠകരമായി സ്വർഗത്തിൻ്റെ ഛായയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിനു വേണ്ടി, നന്മ പ്രവൃത്തികൾക്ക് വേണ്ടി വ്യയം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നവരുടെ, സ്വർഗത്തിൻ്റെ ഛായയിൽ ജീവിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? സമാധാനമാണ്, സന്തോഷമാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ്. ഈ ഒരു കൊറോണ കാലഘട്ടം നമ്മുടെ നാടുകളിലൊക്കെ ആയതിനു ശേഷം മനുഷ്യർക്ക് ഒരുപാട് നന്മയുടെ മുഖങ്ങളുള്ളവരായി എന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഉള്ളതിൽ നിന്ന് ഒരംശം കൊടുക്കാനും, അയൽവക്കത്ത് രോഗമാണെങ്കിൽ തൊട്ടടുത്തുള്ളവർ അവർക്ക് കൊണ്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കാനും, അരി സാധനങ്ങൾ എത്തിക്കുവാനും ഒക്കെ മനുഷ്യർക്കുള്ളത് കയ്യിലുള്ള പണം കൊടുക്കുവാനും ഒരുപാട് മനുഷ്യൻ്റെ മനസ്സ് വിശാലമായിട്ടുണ്ട്. വാസ്തവത്തിൽ അത് സ്വർഗരാജ്യത്തിൽ വ്യാപരിക്കുന്ന സ്വർഗലോകത്തിൻ്റെ ഛായ ഉള്ളവരുടെ ലക്ഷണമാണ് അത് എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ളവരെ പ്രതീക്ഷയോടുകൂടെ നോക്കുവാനും പ്രത്യാശയിൽ ജീവിക്കുവാൻ അവരെ സഹായിക്കുവാനും സ്വർഗലോകത്തിൻ്റെ ഛായയിൽ ജീവിക്കുന്നവർക്കേ സാധിക്കുകയുള്ളൂ. എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്. അവൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര മുൻകോപമുണ്ട്, അരിശമുണ്ട് എന്നൊക്കെ അറിയാലോ, പക്ഷേ
എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ക്ഷമയുള്ള, ഇത്രയും ശാന്തതയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒത്തിരി മാറി, എനിക്കൊത്തിരി ശാന്തതയായി, എനിക്കൊത്തിരി സമാധാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് അതർത്ഥമാക്കുന്നത്? അവളുടെ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ആ ഭർത്താവ് അല്ലെങ്കിൽ ആ മനുഷ്യൻ സ്വർഗരാജ്യത്തിൻ്റെ ഛായയിൽ, സ്വർഗത്തിൻ്റെ ഛായയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവിടെ നമ്മുടെയൊക്കെ ചുറ്റും, നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ സ്നേഹിതരുടെ ഇടയിലും നമ്മൾ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിലും ഒക്കെ ഈ ദൈവത്തിൻ്റെ ഛായയിൽ ജീവിക്കുന്നവരുണ്ട്. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ദൈവത്തിൻ്റെ ഛായയിൽ ജീവിക്കുന്ന ആളാണോ? സ്വർഗലോകത്തിൻ്റെ ഛായ എന്നിലുണ്ടോ? നിങ്ങളൊന്ന് മെല്ലെ ഒന്ന് ആത്മശോധന ചെയ്തിട്ട് സ്വർഗലോകത്തിൻ്റെ ഛായയിലല്ല നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ആ സ്വഭാവം ഒന്ന് മാറ്റിപ്പിടിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ കൃപയിലും സമാധാനത്തിൽ നിറയുവാൻ ഏറെ എളുപ്പമുണ്ടാവും. നമുക്കൊന്ന് പറഞ്ഞാലോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, യേശു ശിഷ്യന്മാരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് സ്വർഗത്തിലേക്ക് അവൻ എടുക്കപ്പെട്ടു. ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ഈ വലിയൊരു സ്വർഗദർശനത്തിന് അവർ സാക്ഷികളായതിനെ തുടർന്ന് അവർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ അവരായിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന, ദൈവം എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള അവസ്ഥയിൽ വസിക്കുന്ന ആ ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതൊക്കെ അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, നമ്മുടെയൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം വസിക്കുന്ന ഒരു ഇരിപ്പിടമാണോ ഞാൻ? എൻ്റെ ഹൃദയം, എൻ്റെ വാക്ക്, എൻ്റെ ചെയ്തികൾ, എൻ്റെ സംസാരങ്ങൾ, എൻ്റെ എല്ലാ പ്രകടനങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നവൻ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവനാണ്. ഈ ഭൂമിയിൽ നമ്മൾ കരുതി വെച്ചതെല്ലാം നമുക്ക് കൈമോശം വരും കേട്ടോ. എത്രയോ പേര് എത്രയോ പെട്ടെന്ന് സമ്പാദിച്ച് വെച്ചതെല്ലാം ഇട്ടിട്ട് സെക്കൻഡും കൊണ്ട് കടന്നു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നേർക്കാഴ്ചയാണ്. ഡൽഹിയിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. ആ സഹോദരി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാണ്. സിസ്റ്റർ, ഞങ്ങളുടെ വീട്ടിൻ്റെ മുൻവശത്തിറങ്ങുന്നാൽ ഞാൻ കാണുന്ന കാഴ്ചകൾ തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിന്ന് ഓരോരുത്തരെയും എടുത്തുകൊണ്ട് ഇറങ്ങി ഓടി ആംബുലൻസിൽ കൊണ്ടുപോയി കയറ്റി ഓടി ഓടി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സിസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം. കാണുന്നത് പോലെയല്ല, സംഭവം വളരെ സീരിയസ് ആണ്. സിസ്റ്ററെ, നാളെ ഇനിയിപ്പോൾ ഞങ്ങൾ വിളിക്കുകയോ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്തൊന്നും വരികയില്ല. ഒന്ന് പ്രത്യേകം ഓർത്തേക്കണേ, ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ചുറ്റുവട്ടം ഉള്ളവരെയും. ഇപ്പോഴത്തെ എല്ലാ സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ചിട്ട്, ഭർത്താവിനെ വിട്ടിട്ട്, അപ്പനെ വിട്ടിട്ട്, മക്കളെ വിട്ടിട്ട്, സമ്പാദ്യങ്ങൾ വിട്ട്, ജോലി വിട്ട്, പേര് വിട്ടിട്ട്, പെരുമ ഉപേക്ഷിച്ചിട്ട്, സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ചിട്ട്, തെല്ല് നേരം കൊണ്ട് നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് യാത്രയാകുന്ന ഈ കാലയളവിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇതൊക്കെ സ്വീകരിക്കാനായിട്ട് സാധിക്കും? അതുകൊണ്ട് ഇപ്പം നമുക്ക് ദൈവം തന്നേക്കുന്ന ഈ മഹാമാരിയുടെ കാലയളവിൽ നമ്മുടെ ഹൃദയത്തെ വലുതാക്കുവാനും, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ ഛായയിൽ ജീവിക്കുവാനും, ആവും വിധം ദൈവത്തിൽ അറിഞ്ഞ് പ്രത്യാശയോടുകൂടി ജീവിക്കുവാനും, നിരാശയിലായിരിക്കുന്നവരെ പ്രത്യാശ നൽകി മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള വലിയൊരു ദൗത്യം, ഒരു കടമ എന്നിലും നിങ്ങളിലും ഈ കാലയളവിൽ അവശേഷിച്ചിട്ടുണ്ട്, ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് മാറ്റാം, നന്മ പ്രവർത്തികൾ ചെയ്യാം. അങ്ങനെ ഒരു നന്മയുടെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. നന്മയുടെ ഒരു സംസ്കാരം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് സാധിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഒരു ആത്മീയ മനുഷ്യനെ അത് സാധിക്കുകയുള്ളൂ. ഈ ആത്മീയ മനുഷ്യനെ ധരിക്കുവാൻ ദൈവം നമുക്ക് തന്നേക്കുന്നതാണ് ഈ നല്ല നാളുകൾ. ഇപ്പോൾ ഒത്തിരിയേറെ സമയമുണ്ടല്ലോ. കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒത്തിരിയേറെ സമയം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, ജീവൻ നൽകുന്ന വചനത്തെ ആശ്ലേഷിക്കുവാൻ,
അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ കരുപ്പിടിപ്പിക്കുവാൻ ഈ നൈറ്റ് വിജിലിൽ, ഈ ജാഗരണ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രത്യേകം കർത്താവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. ഇവിടെ നമുക്ക് ഒറ്റക്കെട്ടായി, ആത്മീയതയുടെ ഒറ്റക്കെട്ടായി നിന്ന് ദൈവത്തെ വിളിച്ച് ഇറക്കാനായിട്ടുള്ള ഒരു സമയം കൂടിയാണിത്. ദൈവത്തെ വിളിച്ചിറക്കണം. നമ്മുടെ ആവശ്യങ്ങളിലേക്ക് മാത്രമല്ല, തകർച്ചകളിലേക്ക്, കഷ്ടതകളിലേക്ക്, ഈ രോഗത്തിൻ്റെ മഹാമാരിയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്ന സർവ്വജനങ്ങളിലേക്കും കർത്താവിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചിറക്കാനായിട്ടുള്ള നല്ല സമയം കൂടിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 119 അധ്യായത്തിൽ 66 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവേ അങ്ങയുടെ രക്ഷയിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. നമുക്കൊന്ന് ഏറ്റു ചൊല്ലിയാലോ? കർത്താവേ, കർത്താവേ അങ്ങയുടെ അങ്ങയുടെ രക്ഷയിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. കർത്താവേ, കർത്താവേ അങ്ങയുടെ രക്ഷയിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. കർത്താവിൻ്റെ രക്ഷയിലാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അവൻ തരുന്ന ഒരു രക്ഷ. പ്രിയപ്പെട്ടവരെ, ആത്മീയവും മാനസികവും ശാരീരികവുമായ തലങ്ങളിലെല്ലാം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതായിട്ട് ഉണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അതാത് സമയങ്ങളിൽ വേണ്ടത് ചെയ്തു തരും എന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്നത് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയും. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ലാസറിൻ്റെയും മർത്തായുടെയും മറിയത്തിൻ്റെയും ഒക്കെ ആ ജീവിതം നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ലാസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവമാണ് എൻ്റെ സഹായകൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മർത്തായും മറിയവും കൂടെ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യേശുവേ, അങ്ങ് സ്നേഹിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മകൻ ലാസർ രോഗിയായിരിക്കുന്നു. അങ്ങ് സ്നേഹിക്കുന്ന അങ്ങയുടെ കൂട്ടുകാരൻ ലാസർ ഇതാ രോഗിയായിരിക്കുന്നു. വേറെ ഒന്നും പറയുന്നില്ല, അത്രേ പറയുന്നുള്ളൂ. കർത്താവേ, നീ അത്യാവശ്യമായിട്ട് വീട്ടിലേക്കൊന്ന് വരണം, ഒന്ന് വന്ന് അവനെ ഒന്ന് സുഖപ്പെടുത്തണം. തലയ്ക്ക് വേദനയുണ്ട്, അല്ലെങ്കിൽ വലിയൊരു രോഗം ബാധിച്ച് അവൻ കിടക്കുകയാണ്. ഇനി വൈകിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വലുതായി തീരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്നും പറയുന്നില്ല, ഒറ്റ വാക്ക്, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മർത്തായും മറിയവും ഇത് പറഞ്ഞുവെങ്കിൽ ബാക്കി അവർക്ക് ചങ്കിൽ ഉറപ്പുണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിൽ വിശ്വാസത്തെ നിറവുണ്ടായിരുന്നു. യേശുവിനോടൊന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം യേശു വേണ്ടതുപോലെ ചെയ്യുമെന്ന ബോധ്യവും ഉറപ്പും ഉള്ളതുകൊണ്ട് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ കയറി ഇറക്കി ഒന്നും പറഞ്ഞില്ല. നീ സ്നേഹിക്കുന്നവൻ രോഗിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഉറപ്പാണ് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കർത്താവ് വേണ്ടതുപോലെ ചെയ്യും. ഈ ഭൂമിയിൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചാൽ മതി, ബാക്കി കർത്താവിൻ്റെ ഭവനത്തിൽ നിത്യമായ വസതിയിലാണ് ദൈവം എനിക്ക് വസതി ഒരുക്കിയിരിക്കുന്നതെങ്കിൽ ഞാൻ പോകുവാനായിട്ട് റെഡിയാകണം. കർത്താവിനറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ചെറിയ കാര്യം നമുക്ക് കൂട്ടിച്ചേർത്ത് വെക്കാം കേട്ടോ. ഈ നൈറ്റ് വിജിലിൽ, കർത്താവേ, നീ സ്നേഹിക്കുന്ന രാജു അല്ലെങ്കിൽ മേരി അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരാരാണോ, ഭവനത്തിലുള്ളവരാരാണോ, അവർ രോഗിയായിരിക്കുന്നു. അത്രയും പറഞ്ഞാൽ മതി, അത്രയും അറിയിച്ചാൽ മതി. ബാക്കി കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തു കൊള്ളുമെന്നാണ് തിരുവചനത്തിലൂടെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ എന്തോ ഒരു തിരക്കുകളായിരുന്നു. ഒന്ന് തമ്പുരാൻ്റെ വചനം കേൾക്കാനോ വചനത്തിന് മുൻപിൽ ഒന്ന് ഇരിക്കാനോ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒന്നും നേരമില്ലാത്ത കാലയളവുകളായിരുന്നു. മനുഷ്യരൊക്കെ എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു. ഓട്ടം. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിൽ 52 അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ തിരുവെഴുത്ത് പ്രകാരം പറയുന്നുണ്ട്, നീ ഓടണ്ട, നീ തിടുക്കം കൂട്ടണ്ട, ഓടുകയും വേണ്ട തിടുക്കം കൂട്ടുകയും വേണ്ട, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് നീ ഓടേണ്ട. ആരവങ്ങളൊക്കെ ഒഴിഞ്ഞ ഒരു കാലയളവ് ദൈവം നമ്മുടെ മുൻപിൽ വെച്ചേക്കാണ്. ആർഭാടങ്ങളൊക്കെ ഇല്ലാതായ ഒരു കാലയളവ് ദൈവം നമ്മുടെ മുൻപിൽ വെച്ചേക്കുകയാണ്. ഓട്ടം ഒന്ന് നിർത്താൻ എന്തോരം ആഘോഷങ്ങളായിരുന്നു, എന്തോരം പൊടിക്കാൻ പ്രോഗ്രാമുകളായിരുന്നു. എല്ലാം നിശ്ചലമായിരിക്കുന്ന ഒരു നാളുകൾ, എല്ലാം നിശ്ചലമായി. പ്രിയപ്പെട്ടവരെ, എന്തിനാണിത്? ഇവിടെ നമ്മുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനാണ്, ആരവങ്ങളിൽ നിന്ന് ഒന്ന് ഉയരാനാണ്, എൻ്റെ ആത്മാവിൽ എനിക്ക് വളർച്ച പ്രാപിക്കാനാണ്,
മനസ്സിൽ എനിക്ക് പ്രത്യാശയിൽ ഉറച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് എൻ്റെ കണ്ണുകൾ ഉറപ്പിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ കാലയളവിനെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. മനസ്സിനെ ഒന്ന് തണുപ്പിച്ചിട്ട് ഓട്ടങ്ങളൊക്കെ ഒന്ന് നിർത്തി ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഭംഗിയായി ചെയ്യണം. എന്ത് കർമ്മം നമ്മൾ ചെയ്താലും അത് ഭംഗിയായി കൃത്യമായി കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൽ അവൻ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ അത് ചെയ്യാം. വീട്ടിലൊരു പക്ഷേ ചോറും കറികളും ഒക്കെ പാചകം ചെയ്യുന്ന ഒരു വീട്ടമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസ് വർക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്ത് ചെയ്തോളട്ടെ ആ കർമ്മം ഏറ്റവും മനോഹരമായി ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വചനമാർഗം പിന്തുടരുവാനായിട്ടുള്ള സമയമാണ് ഇത്. കർത്താവിൻ്റെ വചനം എടുത്താൽ മാത്രം പോരാ, വായിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ കാണുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, സാക്ഷ്യം വഹിക്കുന്ന ഈ കാലങ്ങളെക്കുറിച്ചെല്ലാം തിരുവെഴുത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അറിയുകയാണെങ്കിൽ ഇതൊന്നും നിരാശരാക്കി നമ്മളെ മാറ്റുകയല്ല, പ്രത്യാശയുള്ളവരാക്കി വീണ്ടും ഉയർന്ന് ജീവിക്കുവാനായി ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു നല്ല നാളുകളാണ് ദൈവം നമുക്ക് തന്നേക്കുക. മൂന്നാമത്തത് സ്നേഹമാർഗമാണ്. എന്താണ് സ്നേഹമാർഗം? എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും ഒപ്പമായിരുന്ന് എല്ലാ പ്രവൃത്തികളിലൂടെയും ദൈവത്തിങ്കിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക. ഇതാണ് സ്നേഹമാർഗം എന്ന് പറയുന്നത്. എല്ലാവരോടും കൂടെ ആയിരിക്കുക. ഏത് പ്രവൃത്തി ചെയ്താലും അത് സ്വർഗത്തെ ലക്ഷ്യമാക്കി ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. സ്നേഹമായി കുടുംബത്തോടൊപ്പം, മക്കളോടൊപ്പം, ദൈവത്തോടൊപ്പം ആയിരിക്കുവാനായിട്ടുള്ള ഒരു സമയമാണ് ദൈവം നമ്മുടെ കൺമുൻപിൽ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ജാഗരൂകതയോടെ നമുക്ക് ഈ 3 മാർഗങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തിരിക്കേണ്ടതായിട്ടുണ്ട്. ജാഗരൂകതയോടുകൂടെ, ശ്രദ്ധയോടുകൂടെ ഈ കാലയളവിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സഹോദരി ഈ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പം ഒരു കാര്യം എന്നോട് പറഞ്ഞു. സിസ്റ്ററെ, അപ്പച്ചൻ കൊറോണ പിടിച്ച് മരിച്ചുപോയി, എൻ്റെ ആങ്ങള കൊറോണ പിടിച്ച് മരിച്ചുപോയി. ഇനി ഞങ്ങളുടെ വീട്ടിൽ അവശേഷിക്കുന്ന ഞങ്ങൾ ഏതാനും പേരും കൂടെയുണ്ട്. ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. സ്വർഗരാജ്യത്തിൽ അവരെ എത്തിച്ചേരുവാൻ, ഈ ഭൂമിയിലെ അവരുടെ എല്ലാ കുറവുകളും നികത്തി കർത്താവിൻ്റെ അരികത്ത് എത്താനുള്ള കൃപയ്ക്ക് വേണ്ടി. ഞങ്ങൾ നല്ലൊരു ഫാമിലിയാണ്, സമാധാനത്തോടെ ജീവിക്കുന്നവരാണ്. കർത്താവ് അവരെ വിളിച്ചുകൊണ്ട് പോയതിൽ പിണക്കമൊന്നുമില്ല. ഇനി ഞങ്ങൾക്കും ആ രാജ്യത്ത്, ആ ദേശത്ത്, പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. പ്രത്യാശയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ അതുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അവർ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. യേശുവിനെ ചുറ്റിപ്പറ്റി യേശുവിനോട് കൂടെ ജീവിച്ച് യേശുവിനെ പോലെ ആയിത്തീരുക. ഞങ്ങളുടെ സ്ഥാപക പിതാവ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ CJ വർക്കിച്ചൻ ഞങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു അത്. സമാധാനമായ സ്നേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുവാൻ യേശുവിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതം, ആ ഒരു ജീവിതം നന്നായി നമ്മൾ തുടരുകയാണെങ്കിൽ കർത്താവിനോടൊപ്പം നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ സ്നേഹകർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പാപം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തോ ഈ ഒരു കാലയളവിലും ദൈവത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരെ കണ്ടുമുട്ടി ഞാൻ. ദൈവത്തെ വെല്ലുവിളിക്കുന്ന മനുഷ്യർ. ദൈവം ഉണ്ടെങ്കിൽ ഇറങ്ങി വരട്ടെ, ദൈവം ഉണ്ടെങ്കിൽ ഈ രോഗം ഈ ലോകത്ത് നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടു പോകട്ടെ. ദൈവത്തെ വെല്ലുവിളിക്കുന്ന മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, അഹങ്കാരത്തിൻ്റെ ഒരു തിമിർപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളാണത്. ദൈവമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ മഹാമാരി ലോകത്ത് വന്നിരിക്കുന്നത്. ദൈവം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ പരമമായ ശക്തിക്ക് മുൻപിൽ, ദൈവത്തിൻ്റെ അതിശക്തമായ അധികാരത്തിൻ്റെ മുൻപിൽ മനുഷ്യ നീ മുട്ടുമടക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കുവാനായിട്ടുള്ള
ഉൾവെളിച്ചം നമുക്കില്ല. അവിടെ പാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരികേണ്ടുന്ന ഒരു നല്ല സമയം കൂടിയാണിത്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ അറിയുവാൻ, സ്വർഗത്തിലേക്ക് സ്വർഗതുല്യമായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസിലെ അവർ പറഞ്ഞു, മാനസാന്തരപ്പെട്, പശ്ചാത്തപിക്ക്, പാപങ്ങൾ ഉപേക്ഷിക്ക്. പ്രിയപ്പെട്ടവരെ, തിരുത്തേണ്ടവ തിരുത്താനായിട്ട് ദൈവം നമുക്ക് തന്ന സമയമാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാനായി ദൈവം തന്നിട്ടുള്ള പരിശുദ്ധമായ നാളുകളാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് വരാൻ നമ്മൾ മടി കാണിക്കരുത്. നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ പ്രവൃത്തികളെ കൂടെ വിലയിരുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇപ്രകാരം കാണുന്നു. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 33-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവെഴുത്ത്, അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. വചനം ഏറ്റു പറഞ്ഞാലോ, അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. നമ്മുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ചുകൊണ്ടാണ് ദൈവം ഇരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളെ ദൈവം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം തരുന്ന സുഖം നമുക്കറിയാം. തിന്മയൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് തെല്ല് നേരത്തേനേ ഉള്ളൂ. ഒരുപാട് തവണ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവൃത്തിപഥത്തിലേക്ക് വരുമ്പോഴോ നമ്മൾ പരാജിതരായി പോകുന്നു എന്നുള്ളതാണ്. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നു, 34-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവെഴുത്തിൽ പ്രകാരം കാണുന്നു, തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക, സമാധാനം തേടി അതിനെ പിന്തുടരുക. ഏതിനെ? നന്മയെ പിന്തുടരുക. പാപത്തിൽ നിന്ന് അകന്ന് പാപം ഉപേക്ഷിച്ച് നന്മയെ ആഞ്ഞു പുലുകുവാൻ, നന്മയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളോട് ഈ കാലയളവിൽ ആവശ്യപ്പെടുകയാണ്. ഈ കഴിഞ്ഞ മുമ്പിലത്തെ മാസം ഒരു ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനത്തിന് മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു യുവ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കുമ്പസാരിക്കണമായിരുന്നു, എൻ്റെ പാപങ്ങളൊന്ന് ഏറ്റുപറയണമായിരുന്നു, കുമ്പസാരിക്കുവാൻ എനിക്ക് അതിയായ ദാഹമുണ്ട്. പാപങ്ങളൊന്ന് ഏറ്റുപറഞ്ഞ് പൊതുജീവിതത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അഭിഷേകത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഇതൊന്ന് ഏറ്റുപറയുവാനായിട്ടുള്ള ഒരു ദാഹം. ഞാൻ പറഞ്ഞു, ദൈവം അടുത്ത അവസരം ഒരുക്കും, ഏറ്റവും അടുത്ത അവസരം ദൈവം ഒരുക്കും. അതുവരെ മനസ്തപിച്ച് പാപങ്ങളൊന്നും ചെയ്യാതെ നന്മയായിട്ടുള്ള പ്രവൃത്തികളിലൂടെ വീണ്ടും മുൻപോട്ട് പൊയ്ക്കോ എന്ന് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പാപം ഉപേക്ഷിച്ച് നന്മയെ പുൽകി ജീവിക്കുവാൻ ദൈവം ഈ ലോകത്തിന് തന്നിട്ടുള്ള നാളുകളാണിത്. എന്നോട് ഒരു സഹോദരൻ ചോദിച്ചേ, സിസ്റ്റർ, ലോകം അവസാനിക്കാൻ പോവുകയാണോ? ലോകം അവസാനിക്കാനായോ? യേശുക്രിസ്തു രണ്ടാമത് വരാറായോ? അതിനുള്ള ഒരു സമയം ചുറ്റുവട്ടമൊക്കെ ആണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോണിലൂടെയുള്ള സംസാരങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സംസാരങ്ങൾ. ലോകം അവസാനിക്കാൻ പോവുകയാണ്, യേശുക്രിസ്തു വരാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, ശരിയാ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞേക്കുന്ന അങ്ങനെയല്ലേ? കാലത്തിൻ്റെ അടയാളങ്ങൾ വ്യാഖ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുക്കത്തിൻ്റെ കാലയളവ് തന്നെയാണ്. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ പ്രീതികരമായി ഞാൻ ജീവിക്കുക. എപ്പോൾ എന്ത് സംഭവിച്ചാലും അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് പ്രശ്നമല്ലാതായിത്തീരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ലോകം അവസാനിക്കാൻ പോവാണോ എന്നുള്ളതല്ല പ്രശ്നം. യേശുക്രിസ്തു രണ്ടാമതും വരാനുള്ള സമയമായോ എന്നുള്ളതും അല്ല പ്രശ്നം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വേണ്ട പരിവർത്തനം വരുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത്. കരങ്ങൾ ഉയർത്തി എന്ന് പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിലെ 32-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവെഴുത്ത്, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ എൻ്റെ അകൃത്യം അവിടുന്ന് ക്ഷമിച്ചു. ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ അവിടുന്ന് എന്നോട് ക്ഷമിച്ചു. ക്ഷമ തരുന്ന ഒരു ദൈവത്തിൻ്റെ ഭാവമാണ് നമ്മളിവിടെ കാണുന്നത്. മനുഷ്യർ എന്തിനാ തിന്മയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്.
ചിലർ പറയും, സിസ്റ്റർ ഞാൻ 2 പെഗ് അടിക്കുന്ന ഒരു സമാധാനം കിട്ടാനാണ്. അല്ല, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുമോ? അത് ദൈവമാണ്, മറ്റൊന്നുമല്ല. ദൈവമാണ് എൻ്റെ സന്തോഷത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത്. എൻ്റെ സമാധാനത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ദൈവമാണ്. ദൈവമില്ലാതെ ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് സന്തോഷം തരികയില്ല എന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമാധാനത്തിൻ്റെ ക്രിസ്തീയമായ ഒരു പോംവഴി എന്ന് പറയുന്നത്. ഒത്തിരി പോംവഴികളുണ്ട്. എന്നാൽ ക്രിസ്തീയമായ പോംവഴി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുകയും സഹകരിക്കുകയും, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവിക പദ്ധതിയോട് സഹകരിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുക. ആത്മീയ മനുഷ്യന് ഇത്തരത്തിലുള്ള നന്മതിന്മകളൊക്കെ വിവേചിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിവേചന ശക്തിയുള്ളവരായി ഈ കാലയളവിൽ നമ്മൾ ജീവിക്കണം, വിവേകത്തോടുകൂടെ, വിജ്ഞാനത്തോടുകൂടെ, വിശുദ്ധിയോടുകൂടെ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ തിരുവെഴുത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നത്: കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ആരാ ഭാഗ്യവാൻ? കൊറോണ പിടിക്കാത്തവനാണോ? കൊറോണ വീട്ടിൽ കയറാത്തവരാണോ ഭാഗ്യത്തിൽ പിറന്നവർ? വചനം പറയുന്നത് നമുക്കൊന്നുകൊണ്ട് കേൾക്കാം. കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ദൈവഭയമുള്ളവർക്ക് തിന്മകൾ ചെയ്ത് 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 ജീവിക്കാനായിട്ട് പറ്റുമോ? പറ്റിയല്ല. എന്നാൽ കർത്താവ് തരുന്ന വഴിയിലൂടെ ചരിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അവൻ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും, അവൻ സന്തുഷ്ടനാവുകയും ചെയ്യും. ഞങ്ങളുടെ നാട്ടിൽ വാഴക്കൃഷി ചെയ്ത ഒരു സഹോദരന് 500-ഓളം ഏത്തവാഴ വെച്ചു. അത് കാട്ടുപന്നി വന്ന് കുത്തി നശിപ്പിച്ച് കടന്നുപോയി. വളരെ സങ്കടമുണ്ട്. സഹോദരൻ ഫോൺ വിളിച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ സിസ്റ്റേഴ്സൊക്കെ പോയി ആ സ്ഥലമൊക്കെ സന്ദർശിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം അങ്ങോട്ട് കഴിഞ്ഞു. വീണ്ടും പ്രതീക്ഷയോടുകൂടി അയാൾ വാഴ വീണ്ടും നട്ടു. അടുത്ത വർഷം ഇതാ വെള്ളം വന്നപ്പം കാറ്റിന് ഇടയിൽ അദ്ദേഹത്തിൻ്റെ വാഴകൾ മുഴുവനും മറിഞ്ഞു വീണു. വീണ്ടും പ്രാർത്ഥനാ സഹായം ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. നല്ല ഭക്തിയുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ വിശ്വാസത്തിൽ നിന്ന് അയാൾ അണുവിട മാറിയിട്ടില്ല. തൻ്റെ സകല ശക്തി ഉപയോഗിച്ച് അദ്ദേഹം വീണ്ടും വിശ്വാസത്തിൽ തന്നെ തുടരാൻ തീരുമാനം എടുക്കുകയാണ്. എൻ്റെ സഹോദരൻ ഫോൺ വിളിച്ച് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ ഞാൻ വീണ്ടും വാഴ നടും. അത് എൻ്റെ ഒരു വിശ്വാസമാണ്, അതെൻ്റെ ഒരു വിശ്വാസമാണ്. കർത്താവ് അവിടെ എനിക്കതിന് ബലം തരും. പ്രകൃതിക്ഷോഭം എൻ്റെ വാഴക്കൂട്ടത്തിന്മേൽ വരികയില്ല ഇന്നത്തെ തവണ. അല്ല, കാട്ടുപന്നി കയറാതെ ഞാൻ വചനത്തിൻ്റെ വേലി കെട്ടും. പ്രിയപ്പെട്ടവർ, അയാൾ ഇപ്രാവശ്യം വീണ്ടും വാഴ വെച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, നല്ല വിളവ് അദ്ദേഹത്തിന് കിട്ടി. അത് നല്ല ഒരു ഭക്തനായ ഒരു സഹോദരനാണ്. ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ, കഴിഞ്ഞ 2 വർഷങ്ങളിലും എനിക്ക് കിട്ടാത്ത രീതിയിലുള്ള സമ്പത്ത് ദൈവം ഇപ്രാവശ്യം തന്ന് എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴികളിലൂടെ നടക്കുന്നവൻ അവൻ്റെ അധ്വാനത്തിൻ്റെ ബലം അനുഭവിക്കുമെന്നുള്ള വചനത്തിൻ്റെ അഭിഷേകം ഹൃദയത്തിൽ സ്വന്തമായി സ്വീകരിച്ച ഈ സഹോദരൻ പ്രവർത്തിക്കുവാനായി തീരുമാനമെടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മളെ വിട്ടുപോകരുത്. പ്രത്യാശയിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പരാതിപ്പെട്ടുകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഈ കഴിഞ്ഞ ദിവസം ന്യൂനമർദ്ദം അതിശക്തമായി ഉണ്ടായല്ലോ. ഉടനെ ഒരു സഹോദരന് ഫോണിലൂടെ പറയുകയാണ്, സിസ്റ്റർ, എന്തോ ഒരു മഴ, വെയിൽ തെളിഞ്ഞാൽ പറയും എന്തോ ഒരു വെയിൽ, ജോലിയെടുത്ത് മടുത്തു, ഓഫീസിൽ നിന്ന് വരാൻ ഇറങ്ങാൻ സമയമില്ല, ഇപ്പോൾ ഇതാ വീട്ടിലിരുന്ന് ജോലി എടുക്കുക. ഉടനെ മറുപുറം തിരിച്ചു വെക്കുകയാണ്, വീട്ടിലിരുന്ന് മടുത്തു. ഇത്രയും കാലം ചേച്ചിക്ക് വിഷമം എന്ന് പറയുന്നത് ചേട്ടൻ വീട്ടിലില്ലാത്തതായിരുന്നു. ഇപ്പോൾ ചേച്ചിയുടെ വിഷയം എന്ന് പറയുന്നത് ഈ ആൾ എങ്ങനെയാലും വീട്ടിൽ നിന്നൊന്ന് പോകണം. സിസ്റ്റർ, ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണേ, ഇവിടെ ഇരുന്നാൽ എനിക്ക് തലയ്ക്ക് വട്ടുപിടിക്കും ഇദ്ദേഹത്തെ കൊണ്ട്. മനുഷ്യൻ്റെ പരാതി തീർന്ന നാളുകളുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മനസ്സെപ്പോഴും ഒരു സന്തുലനാവസ്ഥയിലായിരിക്കും.
അവന് എന്തിലും ഏതിലും സംതൃപ്തി കാണാനായിട്ട് സാധിക്കും. അത് ദൈവം തന്നതാണ്. ദൈവമാണ് ഇങ്ങനെ ഒരു സമയം വെച്ചേക്കുന്നത് എന്ന് കണ്ട് വിശ്വസിക്കുവാൻ തക്ക ഒരു മനഃശക്തി നമുക്കുണ്ടെങ്കിൽ പരാതികളൊക്കെ മാറിപ്പൊക്കോളും. കർത്താവിൽ വിശ്വസിച്ച് പ്രതീക്ഷയോടുകൂടെ പ്രത്യാശയോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവർ, ഈ കാലയളവിൽ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുവാനും അതിൽ വിശ്വസിക്കുവാനും അതിലൂടെ ജീവിക്കുവാനും വേണ്ടി ദൈവം നമുക്ക് ഒരുക്കിയേക്കുന്നതാണ്. ഇതാ, പ്രപഞ്ച ശക്തികളുടെ മേൽ കർത്താവിന് അധികാരമുണ്ട്. അവരുടെ ശിഷ്യന്മാർ തോണിയിൽ യാത്ര ചെയ്ത് പോകവേ കാറ്റിൽ അലയപ്പെട്ട അവർ വിളിച്ച് അപേക്ഷിച്ചു, കർത്താവെ, ഞങ്ങളിവിടെ നശിക്കുവാണ്, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് അവരെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുവാൻ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. വിശപ്പിൻ്റെ തളർച്ച അനുഭവപ്പെട്ട ജനത്തെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി കർത്താവ് 5 അപ്പത്തെ 5000 ആക്കി അവരുടെ കയ്യിൽ കൊടുത്തു. നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം നമുക്ക് വേണ്ടി ഇടപെടും. ഈ കാലഘട്ടത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ വിളിച്ചിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ഒരുമിച്ച് കൂട്ടായ്മയിൽ ദൈവത്തെ വിളിച്ച് ഇറക്കി ഈ ലോകത്തിലേക്ക് കൊണ്ടുവരണം. ഇവിടെ നടക്കുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാനുള്ള ഒരു ദൗത്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം ഇടപെടും. അതുപോലെ മത്സ്യം പിടിച്ച് തളർന്ന ശിഷ്യന്മാർ ഒന്നും കിട്ടാതെ ഉള്ള അവസ്ഥയിൽ അധ്വാനത്തിൻ്റെ മേൽ അവർ തളർന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിട്ടോളാൻ. ഇടപെടുന്ന ദൈവമാണ്. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം നമ്മുടെ ജീവിതങ്ങൾക്ക് മേൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇതാ, ജായിറൂസിൻ്റെ മകള് മരണപ്പെട്ടു. എന്നാൽ കർത്താവിൻ്റെ ശക്തി കടന്നു ചെന്നു. ആ മനുഷ്യൻ്റെ ദുഃഖം കർത്താവിൻ്റെ നെഞ്ചിൽ അവൻ ഏറ്റെടുത്ത് അവൻ്റെ കുഞ്ഞിനെ ഉയർപ്പിച്ചു കൊടുത്തു. നായ്മയിലെ വിധവയുടെ മകനെ ദൈവം ഉറപ്പിച്ചു കൊടുത്തു. ആ അമ്മയുടെ കണ്ണുനീര് യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ തട്ടി തെറിച്ചു. സൗഖ്യത്തിലേക്ക്, ഉയർപ്പിലേക്ക് അത് കടന്നുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൊറോണ കാലയളവിലൂടെ പോകുന്നെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. കൃഷി പോയോ, ഭവനം പോയോ, ഉറ്റവർ നഷ്ടപ്പെട്ടു പോയോ, ജീവിത പങ്കാളി മരിച്ചു പോയോ, കുഞ്ഞുങ്ങൾ സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടോ, നിങ്ങൾ ഈ ഭൂമിയിൽ നഷ്ടധൈര്യരാകരുത്. വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഉയർന്നു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, കാലത്തിൻ്റെ ഈ അടയാളങ്ങളിലൂടെ നടന്നു നീങ്ങിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മകച്ഛായ മാറ്റിയെടുക്കുവാൻ, ഈ ലോകത്തിൻ്റെ മകച്ഛായ മാറ്റിയെടുക്കുവാൻ ദൈവം തരുന്നത് എന്തിനേയും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ രാത്രിയിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഉണർവോടെ ഉന്മേഷത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരട്ടെ. കർത്താവിൻ്റെ വചനം നമുക്ക് പ്രതീക്ഷ തരട്ടെ. കർത്താവിൻ്റെ വചനം നമുക്ക് പ്രത്യാശ തരട്ടെ. കർത്താവിൻ്റെ വചനം നമുക്ക് ആശ്വാസവും വലിയ വിടുതലും പ്രദാനം ചെയ്യട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഉള്ളതിനേക്കാളും വിശ്വാസം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കണം. ആ പൗലോസ് അപ്പസ്തോലൻ തിരുവചനത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത് പോലെ 276 പേരുടെ കൂടെയുള്ള കപ്പൽ യാത്രയിൽ അവർ അപകടത്തിൽപ്പെട്ടു. 14 ദിവസം അവർ ഭക്ഷണപാനീയങ്ങളില്ലാതെ കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹായ്ക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു, നിങ്ങൾക്ക് ജീവഹാനിയൊന്നും ഉണ്ടാകാൻ പോകുകയില്ല, അവരോട് ഭക്ഷണം കഴിച്ചോളാൻ പറ. പൗലോസ്ലീഹ ഇപ്രകാരം അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജീവൻ്റെ ഉടയവനായ ദൈവം എന്നോട് പറഞ്ഞത് ഇവിടെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്ക്, പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുക, പ്രത്യാശയോടുകൂടി മുന്നേറ് എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തിയ സ്ലീഹായെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. തിരുവചനത്തിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം. കർത്താവേ, ബാല്യം മുതലേ അങ്ങൻ്റെ ദൈവം, ഞാൻ അങ്ങയിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു, ഞാൻ ജീവിക്കും. എൻ്റെ ലോകം കർത്താവിന് വേണ്ടി കാതോർക്കും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഇരുന്ന് ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം, കേട്ട വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
സർവശക്തനായ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയുടെ കുടക്കീഴിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ സഭയും ലോകവുമായിരിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് വേണ്ടി കാത്തിരുന്ന് അങ്ങയുടെ വഴിയിലൂടെ നടന്ന് തളരാതെ മുൻപോട്ട് പോകുവാനുള്ള ശക്തി എനിക്ക് അവിടുന്ന് തരണമേ. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിന് ദുഃഖവും രോഗപീഠകളുടെ കണ്ണുനീരും എൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്നില്ല. എൻ്റെ പ്രത്യാശയ്ക്ക് അതൊന്നും മങ്ങലേൽപ്പിക്കുന്നില്ല. കാരണം ദൈവത്തിലാണ് എൻ്റെ ഈ ജീവിതത്തിൻ്റെ പ്രത്യാശ മുഴുവനും ഞാൻ വെച്ചിരിക്കുന്നത്. യേശുവേ, യേശുവേ, തിരുനാമത്തിൻ്റെ ശക്തിയിൽ അങ്ങ് ഈ ലോകത്തിലേക്ക് വരണമേ. എൻ്റെ ഭവനത്തിൽ അവിടുന്ന് വന്ന് നിറയണമേ. എൻ്റെ സമൂഹത്തിൽ അവിടുന്ന് വന്ന് നിറയണമേ. ഒത്തിരി സ്നേഹത്തോടെ പ്രതീക്ഷയുള്ള പ്രത്യാശയുള്ള ഒരു ജനതതി കർത്താവിൻ്റെ സന്നിധിയിൽ രൂപപ്പെടുന്നവാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയൊന്ന് സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാലലുയ്യ, 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 ഹാലലുയ്യ. രോഗമാണെനിക്കു നാഥ സൗഖ്യമേകു നീ, പാപമെന്നിൽ വാണിടുന്നു മോചനമേകു. രോഗമാണെനിക്കു നാഥ സൗഖ്യമേകു നീ, പാപമെന്നിൽ വാണിടുന്നു മോചനമേകു. അന്ധകാരമാണെനിക്കു ചുറ്റും ദൈവമേ, ബന്ധനത്തിൽ നിന്നെനിക്കു രക്ഷയേകണേ. യേശുവേ വരണമേ, രക്ഷകാ വരണമേ. ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിച്ചാലോ? യേശുവേ വരണമേ, രക്ഷകാ വരണമേ. ഈശോ മിശിഹായിക്ക് സ്തുതി പറയുവാൻ, യേശുവിന്റെ ശക്തി നമ്മളിൽ നിറയുവാൻ ഈശോയെ ഈ രാത്രിയിൽ എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഒരിക്കൽ കൂടെ പ്രത്യാശയോടെ രക്ഷകാ വരണമേ, പാലകാ വിമോചകാ സൗഖ്യമാ വരണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.